പാലക്കാട്ടെ ഒരു ഹോട്ടലിൽ വെച്ച് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിലും വി കെ ശ്രീകണ്ഠൻ എംപിയും അവിചാരിതമായി കണ്ടുമുട്ടി. പക്ഷേ കേരളത്തിലെ പ്രബുദ്ധ മാധ്യമങ്ങൾക്ക് സെക്കൻഡുകൾ മാത്രമുണ്ടായിരുന്ന ഇരുവരുടെയും കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളെ മറ്റൊരു തലത്തിൽ വ്യാഖ്യാനിക്കാനായിരുന്നു താല്പര്യം. ഇരുവരുടെയും സൗഹൃദ സംഭാഷണം രാഷ്ട്രീയ കൂടിക്കാഴ്ചയായിരുന്നെന്നും അതീവ രഹസ്യ കൂടിക്കാഴ്ചയാണെന്നും ഒക്കെയായി രംഗം കൊഴുപ്പിക്കാനായി മാധ്യമങ്ങളുടെ നെട്ടോട്ടം. കുശലം പറയുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്ത ഇരുവരും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടികൾ സോഷ്യൽ മീഡിയയിൽ ഇതിനകം വൈറലായി കഴിഞ്ഞു. എന്നാൽ ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം അറിയാനായി വെമ്പിയ മാധ്യമങ്ങൾക്ക് വയറ് നിറയെ മറുപടിയാണ് പാലക്കാടിന്റെ സ്വന്തം MLAയും MP യും നൽകിയത്. അങ്ങനെ 24 ന്യൂസ് ചാനൽ ആദ്യം ഓടിച്ചിട്ട് പിടിച്ചത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തെയാണ്. എന്തായിരുന്നു കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്നായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ആദ്യ ചോദ്യം. രാഷ്ട്രീയ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ചയായിരുന്നു എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഇരുവരും തമ്മിൽ കണ്ട് സംസാരിക്കുന്നതിന് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം വേണോ എന്നതായിരുന്നു രാഹുലിന്റെ മറുചോദ്യം. എന്നിട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതിരുന്ന റിപ്പോർട്ടർ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളെ കോൺഗ്രസിന്റെ തന്നെ MP കണ്ടതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നായി അടുത്ത ചോദ്യം. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് സംസാരിച്ചാൽ ഭൂകമ്പം ഉണ്ടാവുമോ എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. പരിചയമുള്ളവരെ കാണുമ്പോൾ സംസാരിക്കുന്നതിൽ പ്രത്യേക ഗൂഢലക്ഷ്യം ഒന്നുമില്ല. കേരളത്തിൽ ഇത്രയും വാർത്താ ദാരിദ്ര്യമുണ്ടെന്ന് അറിഞ്ഞില്ലെന്നും രാഹുൽ പരിഹസിച്ചു. ഇരുവരും സംസാരിച്ചത് മറ്റാരും അറിയാതെയാണെന്നും അതുകൊണ്ട് ആ കൂടിക്കാഴ്ച രഹസ്യ കൂടിക്കാഴ്ച തന്നെയാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു മാധ്യമപ്രവർത്തകന്റെ പിന്നീടുള്ള ശ്രമം. എന്നാൽ അതിനും രാഹുൽ മാങ്കൂട്ടം കണക്കിന് കൊടുത്തു. ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിച്ചത് എങ്ങനെയാണ് രഹസ്യ കൂടിക്കാഴ്ച ആവുന്നത് എന്ന് തിരിച്ചു ചോദിച്ചതും ഉത്തരം മുട്ടിയപ്പോൾ നിലത്ത് കിടന്നുരുളുന്ന മാധ്യമപ്രവർത്തകനെയും കാണാൻ കഴിഞ്ഞു. വികസനം സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു സംസാരിച്ചതെന്നായി അടുത്ത ചോദ്യം. ഞങ്ങൾ സംസാരിച്ച കാര്യം പുറത്തു പറയേണ്ട ആവശ്യമില്ലെന്നും മാധ്യമപ്രവർത്തകനും MP യും സംസാരിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചില്ലല്ലോ എന്ന് രാഹുൽ തിരിച്ചു ചോദിച്ചതോടെ റിപ്പോർട്ടറാകെ വിട്ടിലായി. ഇതിലും രസകരമായിരുന്നു മീഡിയ വണ്ണിലെ മാധ്യമപ്രവർത്തകനും വി കെ ശ്രീകണ്ഠൻ MP യും തമ്മിലുള്ള സംഭാഷണം. കാര്യമായി എന്തെങ്കിലും തടയുമെന്ന് കരുതി വളരെ ആകാംക്ഷയോടെയാണ് MP യോട് കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളെ പറ്റി ചോദിച്ചത്. പക്ഷേ 5 മിനിറ്റിൽ തന്നെ സ്റ്റുഡിയോയിലിരുന്ന് വിയർത്ത മാധ്യമപ്രവർത്തകനെ കാണാൻ കഴിഞ്ഞു. നിങ്ങളൊക്കെ പുറത്തു പോകുമ്പോൾ തലയിൽ മുണ്ടിട്ടാണോ നടക്കുന്നതെന്ന് ചോദിച്ച ശ്രീകണ്ഠൻ താൻ ഒരു പൊതുപ്രവർത്തകനാണെന്നും എപ്പോൾ സംസാരിക്കണമെന്ന ജാഗ്രത തനിക്കറിയാമെന്നും കൃത്യമായി മറുപടി നൽകി. ഔചിത്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം പത്രപ്രവർത്തനം പഠിക്കാനും MP ഉപദേശിച്ചു. എന്തായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറയാതെ വയ്യ. രഹസ്യ കൂടിക്കാഴ്ച എന്ന വ്യാഖ്യാനവുമായി എത്തിയ മാധ്യമങ്ങൾക്ക് ഇരുവരും നല്ല മറുപടി കൊടുത്തു എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സംഭാഷണങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേട്ടുവരാം. ഇപ്പം നമ്മൾ തമ്മിൽ കാണുന്നതിന് എന്തെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ? അങ്ങനെയല്ലോ. വി കെ ശ്രീകണ്ഠൻ MPയുമായിട്ട് പാലക്കാടിന്റെ MLA കൂടിക്കാഴ്ച നടത്തുകയാണ്. കോൺഗ്രസിന് പുറത്താക്കപ്പെട്ട ആളാണ്. പാലക്കാടിന്റെ MP കാണുമ്പോൾ പാലക്കാടിന്റെ MLAക്ക് സംസാരിക്കാൻ പാടില്ലേ? പക്ഷേ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. പുറത്താക്കി എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ കണ്ടാൽ നമ്മൾ സംസാരിക്കണമല്ലോ അല്ലേ? ഇപ്പോൾ CPMന്റെ നേതാവിനെ കണ്ടാൽ സംസാരിക്കണ്ടേ? BJPയുടെ ഒരു നേതാവിനെ കണ്ടാൽ സംസാരിക്കണ്ടേ? നമ്മൾ പരിചയക്കാരല്ലേ? നിങ്ങളിങ്ങനെ ഈ ഇത്ര വാർത്താ ദാരിദ്ര്യം കേരളത്തിലുണ്ടോ? വാർത്താ ദാരിദ്ര്യമല്ല. പുതുയുഗ യാത്ര കടന്നു പോകുന്ന സമയത്താണ് വി കെ ശ്രീകണ്ഠൻ MP ഈ ജില്ലയിൽ വരുന്നത്. ഇന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. മറ്റാരും കാണാതെ ഹോട്ടലിൽ നിന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് രഹസ്യ കൂടിക്കാഴ്ച തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുക. അതെങ്ങനെയാണ് രഹസ്യ കൂടിക്കാഴ്ചയാവുന്നത്? ഇപ്പോൾ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കാണുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് രഹസ്യ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്? എങ്ങനെയാണ്? രഹസ്യമായി കാണാനാണെങ്കിൽ എത്രയോ സ്ഥലങ്ങളിലിരുന്ന് കാണാം അല്ലേ? വികസനം സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു അപ്പോൾ ചർച്ച. ഞങ്ങൾ പലതും സംസാരിക്കുക. അതാണ് ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പം നിങ്ങളും അദ്ദേഹവും കൂടെ ഞാൻ വരുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്താ സംസാരിച്ചതെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധികളാണെങ്കിൽ തമ്മിൽ സംസാരിക്കുന്നത് എന്താണ് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങളോട് പറയേണ്ടത് മാധ്യമ സമ്മേളനം നടത്തി നമ്മൾ പറയും. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള പുതുയുഗ യാത്രയുടെ പ്രധാനപ്പെട്ട ജാതിൽ അംഗമായിട്ടുള്ളവരെ നേരിട്ട് കാണുകയാണ്. അതും മറ്റ് നേതാക്കളില്ലാത്ത രീതി. അതൊക്കെ നിങ്ങളല്ലേ ക്ലബ് ചെയ്തേ? നിങ്ങൾ ക്ലബ് ചെയ്ത കാര്യങ്ങളല്ലേ? നിങ്ങൾ കാണുന്ന കാഴ്ചകളാണ്. നിങ്ങൾ ക്ലബ് ചെയ്ത കാര്യങ്ങളല്ലേ? കാണുന്ന കാഴ്ചകളാണ്. ഞങ്ങൾ കണ്ട രീതി എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഒരു ഹോട്ടലിൽ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നു. അവിടെ ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇരിക്കുന്നു. ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇരിക്കുമ്പോൾ ആ ടേബിളിൽ ഞാൻ പോയിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറയുന്നു. കുറേ നേരം സംസാരിച്ചു. അത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ കഴിയുന്നതല്ലോ രാഹുൽ. നിങ്ങൾ കളങ്കമായി കണ്ടോളൂ. അതെൻ്റെ പരാതിയല്ല, എൻ്റെ വിഷയമല്ല. നിങ്ങളെങ്ങനെ കാണണമെന്നുള്ളത് ഞാനാണോ തീരുമാനിക്കേണ്ടത്? ഞങ്ങളെന്താ സംസാരിച്ചത് നിങ്ങൾ തീരുമാനിക്കേണ്ട അല്ലേ? രാഹുലും വികസനം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാലക്കാടിന് വികസനം മാത്രമായിരിക്കില്ല, രാഷ്ട്രീയം സംസാരിക്കില്ലേ? ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. രാഷ്ട്രീയം സംസാരിക്കുമായിരിക്കും, വികസനം സംസാരിക്കുമായിരിക്കും, കുടുംബകാര്യങ്ങൾ സംസാരിക്കുമായിരിക്കും. അതൊക്കെ എന്തിനാണ് നിങ്ങളോട് വിശദീകരിക്കുന്നതിനാണ്? രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും യാതൊരു മറുപടിയും പറയാത്തൊരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. എൻ്റെ ഭാവിയെ പറ്റി വല്ലാതെ ഉത്കണ്ഠ നിങ്ങൾക്ക് വേണ്ടാന്നേ. എൻ്റെ ഭാവിയെ പറ്റിയിട്ടുള്ള ഉത്കണ്ഠ നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പരിചയക്കാരായിട്ടുള്ള 2 ആളുകൾ കാണുമ്പോൾ പലതും സംസാരിക്കും. ഇനിയും പോട്ടെ, ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നതാണെന്ന് വിചാരിച്ചു. അതിലെന്താ തെറ്റെന്താ? ഇതിൽ തെറ്റുണ്ടോ? എനിക്ക് പരിചയമുള്ള ഒരാൾ എൻ്റെ നാട്ടിൽ വരുമ്പോൾ അല്ലേ
പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് വ്യക്തിപരമായ ബന്ധങ്ങളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ബന്ധങ്ങളുണ്ടാവും. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ സമയത്ത് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയാകാതിരിക്കുമോ? അതൊക്കെ എന്തിനാ ചർച്ച ചെയ്യുന്നത്? ചർച്ചയാകേണ്ട വിഷയങ്ങൾ അതൊക്കെ എന്തിനാ ചർച്ച ചെയ്യുന്നത്? അതൊക്കെ എന്തിനാ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം? ഇപ്പം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട എനിക്ക് ഞാൻ മത്സരിക്കണോ വേണ്ടായോ എന്ന് കോൺഗ്രസിൻ്റെ എം പി ആയിരിക്കുന്ന ഒരാളോട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിന് എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമോ? കഴിയുന്നതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുമോ എന്നുള്ള ആകാംക്ഷ കേരള പൊതുസമൂഹത്തിനുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ കാര്യം പാലക്കാട് എം പിയോട് തന്നെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനോട് തന്നെ രാഹുലിന് ആശയവിനിമയം നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ലേ? നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അനുമാനിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. അതിൽ ഞാൻ നിങ്ങളുടെ ഭാവനയ്ക്കും നിങ്ങളുടെ ആലോചനകൾക്കും അതിർവരം വിടാൻ ഞാൻ ആളല്ല. ഞങ്ങൾ എന്താ സംസാരിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് പരിചയക്കാരായിട്ടുള്ള ആളുകൾ, ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ഒരാൾ, അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു, ദീർഘനേരം സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ അടൂർ പ്രകാശ് KPC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളെ കൂടി കാണണ്ടേ? അവിചാരിതമായി കാണുന്നതിന് എന്തിനാണ് എല്ലാവരും കൂടെ കാണുന്നത്? ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ എല്ലാവരും കാണണം. ഇപ്പോൾ ഇവിടെ ഈ ഹോട്ടലിൽ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പ്രതിപക്ഷ നേതാവായിരിക്കുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പോയി വിഷ് ചെയ്യും, അദ്ദേഹത്തോട് സംസാരിക്കും. അദ്ദേഹം നമുക്കറിയാം പെരുന്നയിൽ ഒറ്റ കാര്യം, അദ്ദേഹം എന്നോട് സംസാരിക്കാതിരിക്കൂ. ഇപ്പോൾ ഇവിടെ CPM-ൻ്റെ ഒരു മന്ത്രി ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. CPM-ൻ്റെ ഒരു മന്ത്രി ഇരിക്കുമ്പം അദ്ദേഹം എൻ്റെ പരിചയക്കാരനാണെങ്കിൽ ഞാൻ പോയി സംസാരിക്കില്ലേ? ഓക്കെയാണ്. പക്ഷേ പെരുന്നയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടപ്പോൾ രമേശ് ചെന്നിത്തലടക്കം മുഖം തരാതെ പോയൊരു കാര്യമുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കളടക്കം രാഹുലിനെ പെരുന്നയിൽ വെച്ച് കണ്ട് മുഖം തരാതെ പോയ സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ള പ്രാധാന്യമുള്ള കാര്യമല്ലേ? പറ്റിയിട്ടുള്ള വളരെ വിശദമായി ശ്രീ രമേശ് ചെന്നിത്തലയും ഞാനും പറഞ്ഞിട്ടുണ്ട്. പെരുന്നയിൽ വെച്ച് തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയും ഞാനും തമ്മിൽ സംസാരിക്കുന്ന വിഷ്വൽസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അദ്ദേഹം കടന്നു പോകുമ്പോൾ എന്നെ കാണാതെ അദ്ദേഹം കടന്നു പോകുന്നതിൻ്റെ ഒരു വിഷ്വൽ വെച്ചിട്ട് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുന്നതിന് ഞാൻ റെസ്പോൺസിബിൾ അല്ലല്ലോ. ഐ ആം നോട്ട് റെസ്പോൺസിബിൾ ഫോർ യുവർ ന്യൂസസ്. വാർത്തകൾ ജനങ്ങളോട് ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തമുണ്ട്. ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ് എന്നാൽ പിന്നെ നിങ്ങൾ മുഴുവൻ വിഷ്വൽസ് കൊടുക്കൂ. ശ്രീ രമേശ് ചെന്നിത്തല എന്നോട് സംസാരിച്ച വിഷ്വൽ കൊടുക്കൂ. കഴിഞ്ഞ ദിവസവും ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു അഭിമുഖം ഞാൻ കണ്ടതാണ്. അതിനകത്ത് അദ്ദേഹം വളരെ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം, ഈ പറയുന്ന അതിജീവിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം സജീവമായിട്ട് നിൽക്കുകയാണ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് രാഹുൽ അതിജീവമായിട്ട് ഫോണിൽ വീണ്ടും വാട്സാപ്പിൽ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്തിനാണ് വീണ്ടും അങ്ങനെ ശ്രമിക്കുന്നത്? നിങ്ങളുടെ വാർത്തയല്ലേ? കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ബാക്കി കോടതി പറയാന്നേ, വാർത്തയല്ലേ? നിങ്ങൾ നിരന്തരമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള നിങ്ങളുടെ വാർത്തയല്ല. നമ്മൾ മെനയുന്ന വാർത്തകളല്ല രാഹുൽ. ശരി. ശ്രീകണ്ഠൻ, താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചർച്ച നടത്തിയതാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. എന്തായിരുന്നു താങ്കളുടെ ചർച്ചയുടെ ഉദ്ദേശം? ചർച്ച നടത്തി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു വ്യാഖ്യാനല്ലേ? സംസാരിച്ചത് ഹലോ, അങ്ങനെ പറ. അതായത് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ റെസ്റ്റോറന്റിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് കടന്നു വന്നു, കണ്ടു. അപ്പൊ കണ്ടപ്പോ സൗഹൃദം സംഭാഷണമൊക്കെ നടത്തി. അതൊരു ചർച്ച എന്നുള്ള നിലയിലേക്ക് കാണേണ്ട കാര്യം. നിങ്ങള് തലയിൽ മുണ്ടിട്ടിട്ടാണല്ലോ നിങ്ങളൊക്കെ നടക്കുന്നത്. ഞാനൊരു പൊതുപ്രവർത്തകനാ, ഒരു ജനപ്രതിനിധിയാ. പാലിക്കേണ്ട മിതത്വം, ജാഗ്രതയൊക്കെ എനിക്കറിയാം. അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. താങ്കൾ രാഷ്ട്രീയ പ്രവർത്തകനാണ്, രാഹുൽ മാങ്കൂട്ടത്തിലും രാഷ്ട്രീയ പ്രവർത്തകനാണ്. സ്വാഭാവികമായും ഇങ്ങനെ കൂടിക്കാഴ്ചകളൊക്കെ രാഷ്ട്രീയം സംസാരിക്കേണ്ടി വരുമല്ലോ. അതിന് എന്ത് ജാഗ്രതയാ താങ്കൾ ഉദ്ദേശിച്ചത്? താങ്കളും അദ്ദേഹവും രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? ഇത്തരത്തിലാണ് ചോദിക്കുന്നത്. നിങ്ങള് ഞാൻ ചോദിക്കട്ടെ, ഒരാൾ കാണുമ്പോ രാഷ്ട്രീയം മാത്രമേ സംസാരിക്കാറുള്ളൂ? മനുഷ്യന്മാരല്ലേ, വ്യക്തിത്വമല്ലേ ഓരോരുത്തർക്കും? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സൗഹൃദ സംഭാഷണം നടത്തി, സംസാരിച്ചു, കണ്ടു. അവിചാരിതമായി കണ്ടാൽ സംസാരിക്കുമല്ലോ. രാഷ്ട്രീയ ചർച്ച നടത്തുന്നത് ഹോട്ടലിലെ റെസ്റ്റോറന്റിൽ വെച്ചാണോ? ശ്രീ ശ്രീകണ്ഠൻ, ഇത് വെറുതെ ചോദിക്കുന്നതല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ആണ്. അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും അത്തരം താങ്കളുടെ പേര് എനിക്കറിയില്ല. ഞാൻ സുഹൃത്തേന് അഭിസംബോധന ചെയ്യട്ടെ. അത് തീരുമാനിക്കേണ്ടത് VK ശ്രീകണ്ഠനാണോ? കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം. നിങ്ങൾക്ക് അത്ര ഔചിത്യമുള്ളൂ? ഞാൻ ചോദിക്കുന്ന അതൊന്നുമല്ല. ഞാൻ ചോദിക്കുന്നത് VK ശ്രീകണ്ഠൻ പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവാണ്. അവിടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് താങ്കളല്ല. പക്ഷെ അവിടെ നടക്കുന്ന ചർച്ചകളിലൊക്കെ താങ്കളും ഭാഗവാക്കാണ്. പാലക്കാട് ജില്ലയിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിൽ താങ്കളുടെ അഭിപ്രായത്തിനും പങ്കുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ? അതുകൊണ്ട് മാത്രമാണ് ചോദ്യം. പാർട്ടി നേതൃത്വത്തോടല്ലേ പറയാം, മീഡിയ വണ്ണിനോട് പറയാൻ പറ്റുമോ? പാർട്ടിയില് എനിക്കൊരു പൊസിഷൻ ഉണ്ട്. എന്നോട് ചോദിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ എന്റെ അഭിപ്രായം പറയും. അത് ഇന്നല്ലല്ലോ, ഒരു മാസം മുമ്പേ മധുസൂദനൻ മിസ്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന നേതാക്കള് ഞങ്ങളായിട്ടൊക്കെ ചർച്ച നടത്തി ഞങ്ങൾ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇതുമായിട്ട് എന്ത് ബന്ധം?
താങ്കളുടെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് വീണ്ടും മത്സരിക്കണമെന്നുണ്ടോ? അല്ല, അതല്ല എന്റെ അഭിപ്രായം. മീഡിയ വണ്ണോട് പറഞ്ഞാൽ നിങ്ങൾ സീറ്റ് കൊടുക്കുവോ? നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞ ചോദ്യത്തില് കുറച്ച് ഔചിത്യം കാണിക്കുന്ന ഒരു പത്രപ്രവർത്തനം പഠിക്കും. ഓക്കെ, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുത്തെ ഒരു MLA ആണോ? രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്നത് ഒരു തെറ്റല്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയേണ്ട കാര്യം ആണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടുത്തെ MP ആയ താങ്കൾ കാണുന്നത് ഒരു തെറ്റല്ല എങ്കിൽ അങ്ങനെ താങ്കൾ അദ്ദേഹത്തെ കണ്ടു എന്നുള്ള വാർത്ത വരുമ്പോൾ താങ്കൾ ഇത്രത്തോളം പ്രകോപിതനാകുന്നത് എന്തിനാണ്? എന്ത് താങ്കൾ കണ്ടു? ഞാൻ കണ്ടു, സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഔചിത്യമില്ലാത്ത ചോദ്യം എന്നോട് ചോദിക്കുമ്പോ നിങ്ങൾ ഒരു മര്യാദ കാണിക്കണമെന്നാ ഞാൻ തിരിച്ചു പറഞ്ഞു. അത് പ്രകോപനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് സഹിച്ചോ.